റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. നികുതികൾ ഇനി വർദ്ധിപ്പിക്കില്ലെന്ന മുൻ വാഗ്ദാനം ഉപേക്ഷിച്ചതായി ബ്രിട്ടീഷ് ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ചു. ലോകം മാറിയതാണെന്ന് ചാൻസലർ വിശദീകരിച്ചുവെങ്കിലും സർക്കാരിനും ലേബർ പാർട്ടിക്കുമെതിരെ കടുത്ത ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ബജറ്റിൽ വാറ്റ് വർദ്ധിപ്പിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുവാൻ പ്രധാനമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ഡാരൻ ജോൺസ് തയ്യാറായില്ല. ലേബർ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിലവിൽ വാറ്റ് ഇളവ് ലഭിക്കുന്ന സേവനങ്ങളിൽ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യതകൾ ട്രഷറി പുനഃപരിശോധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രൈവറ്റ് ഹെൽത്ത് കെയർ, ഫിനാൻഷ്യൽ സേവനങ്ങൾ എന്നിവ വാറ്റ് പരിധിയിൽ ഉൾപ്പെടുമെന്ന സൂചനയുമുണ്ട്. ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദം വിജയകരമായി പൂർത്തിയാക്കിയതായി നടി എസ്തർ അനിൽ. ഒരു വർഷത്തെ മാസ്റ്റർ കോഴ്സ് പൂർത്തിയാക്കിയതായും അതിന്റെ പ്രോജക്റ്റ് ഓഗസ്റ്റിൽ സമർപ്പിച്ചതായും താരം ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകരോട് പങ്കുവച്ചു. പഠനാനന്തരമായി നാട്ടിലെത്തിയ എസ്തർ ഇപ്പോഴും ജോലിയിൽ സജീവമാണ്. ലണ്ടനിലുള്ള ക്ലയൻസിനായി ഫ്രീലാൻസായി ജോലി ചെയ്യുന്നതായും നാട്ടിലിരുന്ന് ജോലി ചെയ്ത് അയച്ചു കൊടുക്കുന്നതായും താരം വ്യക്തമാക്കി. ഡിസർട്ടേഷന്റെ ഫലം ലഭിക്കുന്നുണ്ടെന്നും ഡിസംബറിൽ കോൺവൊക്കേഷൻ നടക്കുമെന്നതാണ് പ്രതീക്ഷയെന്നും എസ്തർ പറഞ്ഞു. റഷ്യയുടെ തുടർച്ചയായ സൈബർ ആക്രമണങ്ങളും അട്ടിമറി പ്രവർത്തനങ്ങളും കാരണം ബ്രിട്ടൻ ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യത്തിലായിരിക്കുകയാണെന്ന് മുൻ MI5 മേധാവി എലിസ മാനിങ്ഹാംബുലർ പറഞ്ഞു. ലോർഡ് സ്പീക്കർ ജോൺ മെക്ഫാൾ നടത്തിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് റഷ്യൻ ഭീഷണിയുടെ തീവ്രതയെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകിയത്. റഷ്യൻ വിദഗ്ധയായ ഫിയോണ ഹില്ലിന്റെ ബ്രിട്ടൻ ഇതിനകം റഷ്യയുമായി യുദ്ധത്തിലാണെന്ന അഭിപ്രായത്തോട് താൻ യോജിക്കുന്നതായും ഇത് വ്യത്യസ്തതരം യുദ്ധമാണ്, ശത്രുത, സൈബർ ആക്രമണങ്ങൾ, ശാരീരിക ആക്രമണങ്ങൾ, ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ എന്നിവ വളരെ വലുതാണ് എന്നും മാനിങ്ഹാംബുലർ വ്യക്തമാക്കി. ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ അടുത്തിരിക്കെ ലണ്ടനിലെ ടാവിസ്റ്റോക്ക് സ്ക്വയറിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ ഇന്ത്യ വിരുദ്ധ വാക്കുകൾ എഴുതിയതായും പെയിന്റ് അടിച്ചും വികൃതമാക്കിയതായി റിപ്പോർട്ട്. സംഭവത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ശക്തമായി അപലപിച്ചു. അഹിംസയുടെ പാരമ്പര്യത്തിനെതിരായ ലജ്ജാകരമായ അക്രമമാണിതെന്ന് ഹൈക്കമ്മീഷൻ പ്രതികരിച്ചു. പ്രതിമയെ വികൃതമാക്കിയ വിവരം ബ്രിട്ടീഷ് അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിമ പഴയ രീതിയിലാക്കുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹൈക്കമ്മീഷൻ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ലണ്ടൻ പോലീസ് അറിയിച്ചു. എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ടാവിസ്റ്റോക്ക് സ്ക്വയറിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്. 1968 ലണ്ടനിൽ നിയമ വിദ്യാർത്ഥിയായിരുന്ന മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി പ്രതിമ സ്ഥാപിച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ വിജയിയുടെ വീഡിയോയ്ക്ക് പിന്നാലെ വിശദീകരണവുമായി തമിഴ്നാട് സർക്കാർ. റാലി നടത്തുന്നതിന് തമിഴക വെற்றிക്കഴകം ആദ്യം ആവശ്യപ്പെട്ട സ്ഥലം അമരാവതി നദിപ്പാലവും ഒരു പെട്രോൾ പമ്പുമായിരുന്നുവെന്ന് സർക്കാരിന്റെ മീഡിയ സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥയുമായിട്ടുള്ള അമുദയുടെ വിശദീകരണം. രണ്ടാമതായി ഉഴവർ മാർക്കറ്റ് പ്രദേശം ആവശ്യപ്പെട്ടു. ഈ പ്രദേശങ്ങൾ വളരെ ഇടുങ്ങിയതാണ്. ഇവിടെ 5000 പേർക്ക് മാത്രമേ ഒത്തുകൂടുവാൻ കഴിയുകയുള്ളൂ. വേലുച്ചാമിപുരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ TVക്ക് അത് സ്വീകരിക്കുകയായിരുന്നുവെന്നും അമുദ പറഞ്ഞു. കരൂർ ദുരന്തത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. റാലിയിൽ പങ്കെടുക്കുവാൻ 10,000 പേർ വരുമെന്ന് TVക്ക് അറിയിച്ചത്. മുൻ റാലികളുടെ അടിസ്ഥാനത്തിൽ 20,000 പേർ വരുമെന്ന് കണക്കാക്കി അതനുസരിച്ച് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി. സാധാരണയായി 50 പേർക്കും ഒരു പോലീസുകാരൻ എന്നതാണ് രീതി. എന്നാൽ കരൂരിൽ ഓരോ 20 പേർക്കും ഒരു പോലീസുകാരനെയാണ് വിന്യസിച്ചത്. വിജയുടെ പ്രചരണത്തിന് എത്ര പേർ എത്തുമെന്ന് കണക്കാക്കാൻ തമിഴ്നാട് സർക്കാരിന് കഴിഞ്ഞില്ലെന്ന വിമർശനത്തിനാണ് അമതിയുടെ മറുപടി. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റേഞ്ച് ഓഫീസർമാർക്കെതിരെ നടപടി. തേക്കടി, വള്ളക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ KECB, അരുൺ K. നായർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കുറ്റക്കാരെ സംരക്ഷിക്കാനില്ലെന്നും തെറ്റ് ചെയ്താൽ അത് ഏത് ഉന്നതനായാലും സർക്കാർ നടപടി എടുക്കുമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിൽ ശനിയാഴ്ച രാവിലെയാണ് പോലീസ് വിജിലൻസ് സംഘം സംസ്ഥാനത്തെ 71 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്തിയത്. ലാൻഡ് NOC, മരമുറി അനുമതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വൻ ക്രമക്കേട് നടക്കുന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു മിന്നൽ പരിശോധന. പെരിയാർ ഈസ്റ്റ് ഡിവിഷനിലെ തേക്കടി, വള്ളക്കടവ് റേഞ്ചുകളിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഹിന്ദി സിനിമ ജാനകിക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡിന് ബോംബെ ഹൈക്കോടതിയുടെ നോട്ടീസ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ ഹർജിയിലാണ് കോടതി നടപടി. ചിത്രത്തിന്റെയും കഥാപാത്രങ്ങളുടെയും പേര് ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത്. എന്തിനാണ് പേരുകൾ മാറ്റേണ്ടതെന്ന് വിശദീകരിക്കണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശം നൽകി. ഒക്ടോബർ 6 മുൻപ് സെൻസർ ബോർഡ് കൃത്യമായ മറുപടി നൽകണമെന്നും ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. കൗശൽ ഉപാധ്യായ സംവിധാനം ചെയ്ത് ദിലേഷ് സാഹു, അനുകൃതി ചൗഹാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം ഛത്തീസ്ഗഡിൽ വലിയ വിജയം നേടിയിരുന്നു.
അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും റിലീസ് ചെയ്യുവാൻ തീരുമാനിച്ചതായി നിർമ്മാതാക്കൾ അറിയിച്ചത്. മതപരമായോ സാമൂഹ്യപരമായോ ഉള്ള വികാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാനകി, രഘുറാം എന്നീ പേരുകൾ മാറ്റണമെന്ന് സെൻസർ ബോർഡ് നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടു. ഈ കാര്യം നിർമ്മാതാക്കൾ അംഗീകരിച്ചില്ല. ഇനി കായിക വാർത്തകൾ. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനലിലെ സമ്മാനദാനവും തുടർ സംഭവങ്ങളും വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ടീമിന് ട്രോഫി കൈമാറുവാൻ ഉപാധി വെച്ച് പാകിസ്ഥാൻ മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനുമായിട്ടുള്ള മുഹസിൻ നഖ്വി. ഫൈനൽ കഴിഞ്ഞിട്ട് 2 ദിവസത്തിനു ശേഷവും ട്രോഫിയും മെഡലുകളും എപ്പോൾ എങ്ങനെ ഇന്ത്യൻ ടീമിന് കൈമാറുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. താരങ്ങളെല്ലാം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതിനിടെയാണ് ട്രോഫി കൈമാറുവാൻ നഖ്വി ഉപാധി വെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒരു ഔപചാരിക ചടങ്ങ് സംഘടിപ്പിച്ചാൽ മാത്രമേ സൂര്യകുമാർ യാദവിനും സ്കൂട്ടർക്കും മെഡലുകൾ സമ്മാനിക്കുകയുള്ളൂ എന്നും അവിടെ വെച്ച് താൻ ട്രോഫിയും മെഡലുകളും കൈമാറുമെന്നും AAC സംഘാടകരെ നഖ്വി അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങുവാൻ BCCO ഇന്ത്യൻ ടീം മാനേജ്മെന്റോ തയ്യാറാകില്ലെന്ന് ഉറപ്പായതിനാൽ ട്രോഫി വിതരണത്തിലെ അനിശ്ചിതത്വം നീളുമെന്നും ഉറപ്പായിരിക്കുകയാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.28 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio